ഹലോ, നമ്മൾ ഒരുമയുടെ ആഘോഷം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാഠം. എല്ലാവർക്കും ഇഷ്ടമായോ ആദ്യത്തെ ക്ലാസ്? ഇഷ്ടമായി അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. നിങ്ങൾക്ക് അവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. എന്താണ് കവിതയുടെ പേര്? എല്ലാവരും ഒന്ന് നോക്കിയേ. എല്ലാവരും നോക്കിയോ? ആ കവിത നമുക്കൊന്ന് പാടി നോക്കിയാലോ? എല്ലാവരും തയ്യാറല്ലേ? എങ്കിൽ നമുക്ക് ആ കവിതയൊന്ന് പാടി നോക്കാം. ഓണവിശേഷം. ഓണം വന്നു തിരുവോണം, കേരള നാടിൻ പൊന്നോണം. തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം. മാബലിയെത്തും തിരുവോണം, മാമല നാടിനു പൊന്നോണം. ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. ഓണം വന്നു തിരുവോണം, കേരള നാടിൻ പൊന്നോണം. തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം. മാബലിയെത്തും തിരുവോണം, മാമല നാടിനു പൊന്നോണം. ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. നമ്മളപ്പോൾ ഓണവിശേഷം എന്ന കവിത ചൊല്ലി അല്ലേ? എന്തെല്ലാം വിശേഷങ്ങളാണ് അതിനകത്തുള്ളത്? എല്ലാവരും ഒന്ന് നോക്കി പറഞ്ഞേ. തുമ്പ ചിരിക്കും. തുമ്പ ചിരിക്കുന്നതാണ് ആദ്യത്തെ വിശേഷമായി പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ എന്തൊക്കെ വിശേഷങ്ങളാണ്? ഓരോന്നായി നോക്കി പറയൂ. എന്താണ്? തുമ്പ ചിരിക്കും, പിന്നീട് തുമ്പികൾ തുള്ളും. തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും. മറ്റെന്ത് വിശേഷമാണുള്ളത്? പൂവിളി കേൾക്കും. തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും. പിന്നെയോ പൂക്കളിറുക്കും അല്ലേ? തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പൂക്കളിറുക്കും. തീർന്നോ വിശേഷം? ഇല്ല. പിന്നെന്താണ് വിശേഷമുള്ളത്? മാബലിയെത്തും. ഓണമാവുമ്പോൾ മാവേലി വരും അല്ലേ? മാവേലിയെ തന്നെയാണ് മാബലി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പൂക്കളിറുക്കും, മാബലിയെത്തും. ഇത്രയും വിശേഷങ്ങളാണുള്ളത് അല്ലേ? എങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് പാഠപുസ്തകത്തിൽ എഴുതി ചേർത്താലോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതിക്കോളൂ. സ്കൂളിലെ ഓണാഘോഷം. നാളെയാണ് അനഘയുടെയും ഉനൈസിൻ്റെയും സ്കൂളിലെ ഓണാഘോഷം. അവർ ഒന്നിച്ച് പൂക്കൾ പറിക്കാനിറങ്ങി. പാട്ടുപാടിക്കൊണ്ട് അവർ പൂവിറുത്തു. അവർ എന്ത് പാട്ടാണ് പാടിയത്? നമുക്ക് അതൊന്ന് പാടി നോക്കാം. അതിനു മുന്നേ നമുക്കതൊന്ന് വായിച്ചു നോക്കാം അല്ലേ? തുമ്പപ്പൂവേ പൂത്തിരളേ, നാളെ കുരുവട്ടിപ്പൂ തരണേ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളെ കുരുവട്ടിപ്പൂ തരണേ. ഇത്രേ വരികൾ അവിടെ ഉള്ളൂ അല്ലേ? ബാക്കി വരികൾ നമുക്ക് എഴുതി ചേർത്താലോ? എഴുതി ചേർക്കണം. നിങ്ങൾ തന്നെ എഴുതണം. അപ്പോൾ ഇന്ന് തന്നെ വീട്ടിലിരുന്ന് ആ വരികൾ നിങ്ങൾ എഴുതി ചേർക്കണം. ആ വരികൾ എഴുതി പൂർത്തിയാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിലോട്ട് വരാൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം.